യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്ര നാണം കെട്ട ഒരു പടിയിറക്കം ഒരധ്യക്ഷനും ഉണ്ടായിട്ടില്ല. ഒരു വേട്ടക്കാരന്റെ കൗശലത്തോടെ അയാൾ ആറാടുകയായിരുന്നു എന്നാണ് പല പെൺകുട്ടികളും പറയുന്നത്. സൂര്യനമ്പൂതിരിപ്പാട് പോലും തോറ്റുപോകുന്ന രാത്രി വർത്തമാനങ്ങളാണെന്നാണ് ചാറ്റിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒരു യുവനേതാവും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അയാൾ ചെയ്തു. ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്തതെല്ലാം അയാൾ പറഞ്ഞു. കേട്ടുകേൾവിയല്ല, നേരിട്ട് കേരളം കേട്ടറിഞ്ഞതാണ്. തന്നെ വിശ്വസിച്ച പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്താൻ എത്ര ലാഘവത്തോടെയാണ് അയാൾ കൽപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ നൽകുന്ന ന്യായീകരണം താൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ ഗർഭഛിദ്രം നടത്താൻ ശ്രമിച്ചാൽ BNS സെക്ഷൻ 89 പ്രകാരം അത് കുറ്റകൃത്യമാവില്ലേ രാഹുൽ? ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കളങ്കമേൽപ്പിക്കും വിധം അവളെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചാൽ അത് BNS 79 പ്രകാരം കുറ്റകൃത്യമാവില്ലേ രാഹുൽ? ഒറ്റ ചോദ്യമേയുള്ളൂ. അശ്ലീല സന്ദേശ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാവാതെ രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ MLA ആയി തുടരാൻ എന്താണ് യോഗ്യത? വൈകി വന്ന തിരിച്ചറിവാണോ നേതൃത്വത്തിന്?